മനുഷ്യനിർമ്മിതമായ സങ്കല്പങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ചരിത്രത്തിലെന്നും അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വാചക കസർത്തുകൾ കൊണ്ടും അക്ഷരങ്ങളുടെ മായാജാലങ്ങൾ കൊണ്ടും അല്പകാലം അത് പിടിച്ചു നിൽക്കും. പിന്നീടവകൾക്കെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെ അഗാധ സുഷുപ്തിയാണ് കാലം വിധിച്ചിട്ടുള്ളത്. രാജനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആദ്യത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും മനുഷ്യനെ ഏൽപ്പിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാം. എന്തിനധികം ചില വിവരങ്ങൾ കട്ടുകേട്ടിട്ട് ശൈത്താന്റെ ഔലിയാക്കന്മാരെ അത് പറഞ്ഞുകൊടുക്കും, മനുഷ്യന്മാരെ കൂട്ടത്തിലെ സ്വന്തക്കാരായ ആളുകൾക്ക് പറഞ്ഞുകൊടുക്കും, അവരെ സഹായിക്കും എന്നൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിശോധിച്ചു നോക്കിയാൽ കാണാം. ജിന്നുകളുടെയും പിശാചുക്കളുടെയും മറഞ്ഞ രൂപത്തിലുള്ള ഈ കഴിവുകൾ അംഗീകരിക്കുകയും ജിന്നുബാധയും സിഹിറുബാധയും സത്യമാണെന്ന് പുറത്തു പറയുകയും ചെയ്തതോടെ 8 പതിറ്റാണ്ടുകാലം മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുനടന്നിരുന്ന തൗഹീദ് തെറ്റായിരുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ മൗലവിമാർ നിർബന്ധിതരായി. പഴയ തൗഹീദിൽ വിശ്വസിച്ചതിനും അത് പ്രചരിപ്പിച്ചതിനും അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെയെന്ന് പാശ്ചാത്തപിക്കുന്ന പ്രസംഗം കേൾക്കുക. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ചിന്തിക്കുക, സച്ചരിതരായ മുൻഗാമികളുടെ സൽപാതകളിൽ നിന്ന് സമൂഹത്തെ പുറകോട്ട് വലിച്ച് ഒഴുകിയെത്തുന്ന ദീനാറുകൾക്കും ഡോളറുകൾക്കും ഒപ്പിച്ച് ദിനേന വിശ്വാസങ്ങളിൽ പോലും തിരിമറികൾ നടത്തിക്കൊണ്ട് അസ്തഗ്ഫിറുള്ളയുടെ മേമ്പൊടികൾ ചേർത്ത് വാചക കസർത്തുകൾ നടത്തുന്ന പുരോഹിത മൗലവിമാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന ഇസ്ലാമിക വിശ്വാസ പുസ്തകമാണിത്. ഈ പുസ്തകത്തിലെ 12ാമത്തെ പാഠം അദ്ദുആ എന്നാണ് ഇതിന്റെ പേര്. ഈ അധ്യായത്തിൽ പറയും നോക്കി നിങ്ങൾ, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോട് കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അദൃശ്യം, അഭൗതികം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കഴിവുകളാണ് എന്ന പഴയ വ്യാഖ്യാനം ഒഴിവാക്കി മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകൾ മാത്രമേ അഭൗതികവും അദൃശ്യവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും ആവുകയുള്ളൂ എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. 2007 ഫെബ്രുവരി 16 വിചിന്തനം കാണുക. 2007 ഫെബ്രുവരി 16 വിചിന്തനം കാണുക. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറത്തുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വളരെ കൃത്യമായി വിചിന്തനം പറയുന്നു. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് അള്ളയല്ലാത്തവരോട് ചോദിക്കുന്നത് മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതാണ് പ്രാർത്ഥന. അതല്ലാത്ത പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. സുബ്ഹാന ജല്ല ജലാലുഹു. ആരാ അത് പഠിപ്പിച്ചത്? അതിനെന്താ തെളിവ്? 2007 ഫെബ്രുവരി 16 വിചിന്തനം കാണുക. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറത്തുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വളരെ കൃത്യമായി വിചിന്തനം പറയുന്നു. ഏതാണ് ഇതിൽ ശരി? ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? ഈ രണ്ടാൾക്ക് ആർക്കാണ് ഇതിന് തെളിവുള്ളത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? വല്ലാത്ത ഒരത്ഭുതം. മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പൊ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് അള്ളയല്ലാത്തവരോട് ചോദിക്കുന്നത് മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതാണ് പ്രാർത്ഥന. അതല്ലാത്ത പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. സുബ്ഹാന ജല്ല ജലാലുഹു. ആരാ അത് പഠിപ്പിച്ചത്? അതിനെന്താ തെളിവ്? ഏതാണ് ഇതിൽ ശരി? ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? ഈ രണ്ടാൾക്ക് ആർക്കാണ് ഇതിന് തെളിവുള്ളത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? വല്ലാത്ത ഒരത്ഭുതം. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന് എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. ഇൻഷാ അല്ലാഹ് നിർവചനം നമ്മൾ കേൾപ്പിച്ചു തരാം. അവർ മാറ്റിയ നിർവചനം. മാറ്റിയ നിർവചനം കേൾപ്പിച്ചരാണ്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദിൽ മാറ്റിയ നിർവചനമാണ് എന്ന്. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു. മുയിലാരി കേൾപ്പിക്കണ്ട, ഞങ്ങള് കേൾപ്പിച്ചരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? കെ എം മൗലവിയുടെ ഫത്വ. ഏത്? കെ എം മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാന്ന് പറയാൻ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? കെ എം മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദികൾ മാറ്റിയ, മുജാഹിദികൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. കെ എം മൗലവിയുടെ ഫത്വ. കെ എം മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത്. CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ എന്റെ ബ്രാക്കറ്റിൽ വളരെ അങ്ങേയറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. ഏതാണ് ഇതിൽ ശരി? ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? ഈ രണ്ടാൾക്ക് ആർക്കാണ് ഇതിന് തെളിവുള്ളത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? വല്ലാത്ത ഒരത്ഭുതം. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, കെ എം മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ? എങ്കിൽ ദാ ഇത് പ്രാർത്ഥന തൗഹീദ്, യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക്, പ്രാർത്ഥന തൗഹീദ്. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. ഇതിൽ കേട്ടോളൂ. എന്താ ഇതിൽ പറയുന്നത്? ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. സൃഷ്ടികൾക്ക് ഒരാൾക്കും കൊടുക്കാത്ത കഴിവ്. ആ കഴിവാണ് അഭൗതികം എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായി പ്രാർത്ഥന തൗഹീദ് ബുക്ക്. ഇതിപ്പോ താഹ ബുക്ക് സ്റ്റാളിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാ. താഹ ബുക്ക് സ്റ്റാളിന്ന് ഒറിജിനൽ ബുക്ക്. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ബുക്ക് വായിച്ചു നോക്കൂ, പരിശോധിക്കൂ. അപ്പൊ പുതിയ നിർവചനമാണോ ഇത്? ഒരിക്കലും പുതിയ നിർവചനമല്ല. കൃത്യമായി ഇതിൽ തന്നെ കാണാം. ഇത് ഇടക്ക് മൂപ്പര് വരുത്താൻ ശ്രമിക്കുന്നതിന് മറുപടി പറഞ്ഞ 2 ബുക്ക് ഞാൻ ഇപ്പൊ സമർത്ഥിക്കുന്നുള്ളൂ. ഇനിയും കൃത്യമായി തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാറുണ്ട്. ആവശ്യമെങ്കിൽ പിന്നെ ഉദ്ധരിക്കാം. ഏതാണ് ഇതിൽ ശരി? ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? ഈ രണ്ടാൾക്ക് ആർക്കാണ് ഇതിന് തെളിവുള്ളത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? വല്ലാത്ത ഒരത്ഭുതം. എന്നാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഈ പുസ്തകത്തിന്റെ പേര് അമ്പലക്കടവ് പൈസയുടെ അന്തംകെട്ട ചോദ്യങ്ങൾ. അമ്പലക്കടവ് പൈസയുടെ അന്തംകെട്ട ചോദ്യങ്ങൾ. ഡോക്ടർ KK സക്കരിയ സ്വലാഹി
അദ്ദേഹം അമ്പലക്കടവിന് മറുപടി കൊടുത്തുകൊണ്ട് എഴുതുമ്പോ മുജാഹിദുകൾ മാറ്റി പറഞ്ഞു എന്ന വലിയ നുണ, ഹിമാലയൻ നുണ അമ്പലക്കടവ് പൈസ അങ്ങ് പറഞ്ഞപ്പോ അതാ സക്കരിയ സ്വലാഹി അതിന് മറുപടി കൊടുക്കുകയാണ്. സഹോദരാ, ഇപ്പൊ ഞങ്ങൾ സിട്ടികളുടെ കഴിവിന് അതീതമെന്ന് ആക്കിയതല്ല. 950 പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടക്കുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും അതിനായി രൂപീകരിക്കപ്പെട്ട സംയുക്ത കമ്മിറ്റിയുടെ തീരുമാനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിറങ്ങിയ പുസ്തകം. അതിലതാ പറയുകയാണ്, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സ്രഷ്ടാവിന്റെ ഗുണം അഥവാ സിഫത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തതും പടച്ചവന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കുക, പടപ്പുകളാരായാലും ശരി, അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഖുർആൻ തെളിയിക്കുന്നു. നിങ്ങൾ പഠിച്ചോ, ഞങ്ങൾ തിരുത്തിയിട്ടില്ല. സാധാരണ മുജാഹിദുകളെ കുറിച്ച് സുന്നി പണ്ഡിതന്മാര് പറയാറുണ്ട്, മുജാഹിദുകൾക്ക് ഇന്നൊരു വാദം, നാളെ മറ്റൊന്ന്, മറ്റന്നാള് വേറൊന്നാണ്. അന്ന് നമ്മൾ ശക്തമായി മറുപടി കൊടുത്തിരുന്നു, ഇല്ല, ഞങ്ങൾക്കൊരൊറ്റ വാദമേ ഉള്ളൂ, അത് അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്. സാധാരണ മുജാഹിദുകളെ കുറിച്ച് സുന്നി പണ്ഡിതന്മാര് പറയാറുണ്ട്, മുജാഹിദുകൾക്ക് ഇന്നൊരു വാദം, നാളെ മറ്റൊന്ന്, മറ്റന്നാള് വേറൊന്നാണ്. അന്ന് നമ്മൾ ശക്തമായി മറുപടി കൊടുത്തിരുന്നു, ഇല്ല, ഞങ്ങൾക്കൊരൊറ്റ വാദമേ ഉള്ളൂ, അത് അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞത് 950 എനിക്ക് വേണോ അതിനേക്കാളും വീണ്ടും ഒരു 6 വർഷം കൂടി കൂട്ടി, അതേ കുറച്ചുകൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് കാണാം. 944 പ്രസിദ്ധീകരിച്ച അത്തൗഹീദ് മാസിക, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തിറങ്ങിയ അത്തൗഹീദ് മാസികയിലും സൃഷ്ടികളുടെ കഴിവിനതീതമെന്ന് തന്നെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യ കഴിവിനതീതമെന്ന് പറഞ്ഞാലും സൃഷ്ടികളുടെ കഴിവിനതീതമെന്ന് പറഞ്ഞാലും രണ്ടും ഭിന്നമല്ല, രണ്ടും ഒന്നു തന്നെ. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് അള്ളയല്ലാത്തവരോട് ചോദിക്കുന്നത് മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതാണ് പ്രാർത്ഥന. അതല്ലാത്തിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. സുബ്ഹാന ജല്ല ജലാലുഹു. ആരാ അത് പഠിപ്പിച്ചത്? അതിനെന്താ തെളിവ്? ഞങ്ങൾ തിരുത്തി നിങ്ങൾ പറയാൻ ശ്രമിച്ചതല്ലേ? നിങ്ങൾ കേൾക്കണോ? ഈ കഴിഞ്ഞ സമയത്ത് അതാ 30ാം വാർഷികം ആഘോഷിച്ചല്ലോ. 10-25 വർഷം മുമ്പ് നടന്ന, 30 വർഷം മുമ്പ് നടന്ന അതേ കൊട്ടപ്പുറം സംവാദം, കൊട്ടപ്പുറം വാദപ്രതിവാദമുണ്ടല്ലോ. ആ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിലും മുജാഹിദുകൾ പറഞ്ഞ പ്രഖ്യാപനം എന്താണെന്നറിയോ? അതാ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയ കഴിവിനപ്പുറമാകുന്നു. ആ അപ്പുറമുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശിർക്കായി മാറുന്നു. ഇതാ കൊട്ടപ്പുറം സംവാദത്തിൽ ഞങ്ങൾ പറഞ്ഞതാ. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ അള്ളാഹുവിന്റേതാണ് എന്നതിന് തെളിവ് തന്നെ മനുഷ്യന്റെ കഥ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ കൈക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തുന്നു മാത്രം. എന്നാൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നത് നമ്മുടെ വാദത്തിൽ നിന്നുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകളെ വിളിച്ച് സഹായം തേടിയാൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുക എന്ന കഴിവ് അല്ലാഹു മനുഷ്യവർഗത്തിന് അവന്റെ സൃഷ്ടിജാലങ്ങൾക്ക് നൽകിയ കഴിവിന്റെ അപ്പുറമാകുന്നു. അല്ലാഹു മനുഷ്യവർഗത്തിന് അവന്റെ സൃഷ്ടിജാലങ്ങൾക്ക് നൽകിയ കഴിവിന്റെ അപ്പുറമാകുന്നു. ആ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ശിർക്കായി മാറുന്നു. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് അള്ളയല്ലാത്തവരോട് ചോദിക്കുന്നത് മാത്രമേ ശിർക്കാവുകയുള്ളൂ. അതാണ് പ്രാർത്ഥന. അതല്ലാത്തിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. സുബ്ഹാന ജല്ല ജലാലുഹു. ആരാ അത് പഠിപ്പിച്ചത്? അതിനെന്താ തെളിവ്? ഏതാണ് ഇതിൽ ശരി? ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? ഈ രണ്ടാൾക്ക് ആർക്കാണ് ഇതിന് തെളിവുള്ളത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? വല്ലാത്ത ഒരത്ഭുതം.
അല്ലാഹു മനുഷ്യവർഗത്തിന് അവന്റെ സൃഷ്ടിക്ക് അവന്റെ സൃഷ്ടികാരങ്ങൾക്ക് നൽകിയ കഴിവിന്റെ അപ്പുറമാകുന്നു. ആ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സുഹൃത്തായി മാറുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമായ കുറ്റമായി ഇബാദത്ത് ചെയ്യലായി വിശുദ്ധ ഖുർആൻ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുത്തു വന്നിട്ട് അമ്പലക്കടവ് പൈസ പറഞ്ഞ ഹിമാലയം നുണ ഈ പൂളമംഗലത്തെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ മുന്നിൽ വന്ന് പറ്റിക്കാമെന്ന് ശ്രമിച്ചോ? ഇല്ല മക്കളെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് ശക്തമായ മറുപടിയുമായി ഞങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന കാര്യം മറക്കണ്ട. അപ്പൊ ഞങ്ങൾ തിരുത്തിയിട്ടില്ല. പക്ഷെ അപ്പുറത്തങ്ങനല്ല. ഇന്നലെ ഒന്ന്, ഇന്ന് വേറൊന്ന്, നാളെ മറ്റൊന്ന്. നേതാവിനുള്ളത് അനുയായികൾക്കില്ല, അനുയായികൾക്കുള്ളത് ചോട്ടാ നേതാക്കന്മാർക്കില്ല. വലിയ നേതാക്കന്മാരെ തിരുത്താൻ ശ്രമിക്കുന്ന ചെറിയ നേതാക്കന്മാർ. അങ്ങനെ ആകെ ഒരു അങ്കലാപ്പിലാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഭീഷണിയെന്ന് എനിക്കറിയാം. സ്ഥിരം ഡയലോഗാണ്. പ്രിയപ്പെട്ട സഹോദര, അത് കുറെ കാലം മുമ്പടിക്കേണ്ട ഡയലോഗായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കാലം കഴിഞ്ഞു. അതിന് കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ള വിവരം നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനിടയിൽ ശക്തമായൊരു ഭിന്നിപ്പിന്റെ കാഹളം അത് വേണ്ട. അത് ശരിയായ നടപടിയല്ല. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തവന്റെ ജാള്യത മറച്ചുവെക്കാനുള്ള പ്രവർത്തനങ്ങളായി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. നേർക്ക് നേരെ ആദർശത്തെ പ്രമാണം കൊണ്ട് നേരിടാൻ കഴിയും. കാരണം രണ്ടു തരം ദൗറയാണ് അവിടെ നടക്കുന്നത്. ഒന്ന് വലിയ ആളുകളുടെ ദൗറ, മറ്റൊന്ന് ചെറിയ ദായിമാരുടെ ദൗറ. ആ വലിയ ആളുകളുടെ ദൗറയിൽപ്പെട്ട ആളാണ് ഞാനും. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളുകള്ളികളും അവിടെ നടക്കുന്ന ചർച്ചകളും ഇന്ന് വരെ ഉത്തരം കിട്ടാതെ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ അനാഥ പ്രേതം പോലെ അലഞ്ഞു തിരിയുന്ന വിഷയങ്ങളാണ് ഇന്നും അവിടെയുള്ളത്. അത് കണ്ടും കേട്ടും മടുത്ത് ഈ കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന ഉന്നതമായ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു നടന്നതാണ്. നിന്നത് അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ മുജാഹിദ് അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു, അവർ തമ്മിലടിയായി. തമ്മിലടിക്കാത്തൊരു സംഘടന ഈ കേരളത്തിൽ ഉണ്ടോ മക്കളെ? മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ തമ്മിൽ ഗ്രൂപ്പ് പോരില്ലാത്തൊരു സംഘടനയുടെ പേരെന്ന് പറ. ഏത് സംഘടനയില്ലാത്തത്? പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനിടയിൽ ശക്തമായൊരു ഭിന്നിപ്പിന്റെ കാഹളം അത് വേണ്ട. അത് ശരിയായ നടപടിയല്ല. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തവന്റെ ജാള്യത മറച്ചുവെക്കാനുള്ള പ്രവർത്തനങ്ങളായി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. നേർക്ക് നേരെ ആദർശത്തെ പ്രമാണം കൊണ്ട് നേരിടാൻ കഴിയും. ഇന്ന് ആ അന്നത്തെ ഭിന്നിപ്പിന്, അന്നത്തെ ആദർശ വ്യതിയാനത്തിന് നേതൃത്വം നൽകിയ ഹുസൈൻ മടവൂരടക്കമുള്ള ആളുകളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. സ്വന്തം പ്രസ്ഥാനത്തിൽ പോലും സ്വന്തം താൽപര്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അധപതനത്തിലേക്ക് പോയിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മളെ പണ്ഡിതന്മാർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടവൂരുകാരെ പേരില്ല, അവരെ പേരിലുള്ളത് പറയാം. ഇല്ലാത്തതെല്ലാം കൂടി അവരെ പേരിൽ പറയേണ്ടതില്ലല്ലോ. ഇന്ന് ആ അന്നത്തെ ഭിന്നിപ്പിന്, അന്നത്തെ ആദർശ വ്യതിയാനത്തിന് നേതൃത്വം നൽകിയ ഹുസൈൻ മടവൂരടക്കമുള്ള ആളുകളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. സ്വന്തം പ്രസ്ഥാനത്തിൽ പോലും സ്വന്തം താൽപര്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അധപതനത്തിലേക്ക് പോയിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മളെ പണ്ഡിതന്മാർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടവൂരുകാരെ പേരില്ല, അവരെ പേരിലുള്ളത് പറയാം. ഇല്ലാത്തതെല്ലാം കൂടി അവരെ പേരിൽ പറയേണ്ടതില്ലല്ലോ. എന്താണെങ്കിലും ശരി, മടവൂരിയാൾക്ക് എങ്ങനെ പ്രചരണമുണ്ട്? നമ്മുടെ പണ്ഡിതന്മാർ രണ്ടഭിപ്രായക്കാരാണ് എന്ന കേരള ജമിയത്തുൽ ഉലമയിൽ രണ്ടഭിപ്രായമല്ല, നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമല്ല. അപ്പൊ ഇങ്ങനെ രണ്ടഭിപ്രായം ഉണ്ടോ? ഈ വിഷയത്തിൽ തർക്കമുണ്ടോ? ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ